പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയും അനുദിന വിശുദ്ധരെയും കുറിച്ച് അറിയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3, 16 മുതൽ 21 വരെ വാക്യങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. അനുദിന വിശുദ്ധർ. ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ പാറ്റേണസ്. വിശുദ്ധ പാറ്റേണസ് 5-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ബ്രിട്ടനി പ്രദേശത്താണ് ജനിച്ചത്. ബാല്യകാലം മുതൽ തന്നെ ദൈവസ്നേഹവും ആത്മീയതയോടുള്ള ആകർഷണവും അദ്ദേഹത്തിൻ്റെ വ്യക്തമായിരുന്നു. ലോകസുഖങ്ങളെക്കാൾ ദൈവസേവനമാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. അദ്ദേഹം ഏകാന്തതയിലും പ്രാർത്ഥനയിലും വളരെയധികം സമയം ചെലവഴിച്ചു. ഉപവാസവും ത്യാഗവും നിറഞ്ഞ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തോട് അടുപ്പം വളർത്തി. സന്യാസിയായിരിക്കുമ്പോൾ വിശുദ്ധ പാറ്റേണസ് ആത്മീയ വളർച്ചയ്ക്കായി മാത്രം ജീവിച്ചില്ല. മറ്റുള്ളവർക്കും ദൈവത്തിൻ്റെ സ്നേഹം പകരാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതം പലരെയും ആകർഷിച്ചു. അദ്ദേഹം ജനങ്ങൾക്ക് ദൈവവചനം പഠിപ്പിക്കുകയും പാപമോചനത്തിനും നല്ല ജീവിതത്തിനും വഴികാട്ടുകയും ചെയ്തു. ലാളിത്യവും വിനയവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ ഗുണങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും നേതൃത്വശേഷിയും കണക്കിലെടുത്ത് പിന്നീട് അവ്രാൻഷ് പ്രദേശത്തിൻ്റെ ബിഷപ്പായി നിയമിക്കപ്പെട്ടു. വിശുദ്ധ പാറ്റേണസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതങ്ങളുടെയും വിശ്വാസ സാക്ഷ്യങ്ങളുടെയും പരാമർശങ്ങൾ കാണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ രോഗശാന്തിയും ആത്മീയ ആശ്വാസവും ലഭിച്ചതായി വിശ്വാസികൾ വിശ്വസിച്ചു. ഇന്നും വിശുദ്ധ പാറ്റേണസ് വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിലുള്ള ജീവിതം, വിനയവും ലാളിത്യവും, ദരിദ്രരോടുള്ള കരുണ, ദൈവവിശ്വാസത്തിൽ സ്ഥിരത. വിശുദ്ധ പാറ്റേണസ് ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാനും വിനയത്തോടെ സേവിക്കാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ആമീൻ.